ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനുള്ളത് ഷാൻസി പ്രൊവിൻസിൽ സിയാനിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള ഒരു ജാഫർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. മലേഷ്യയിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. ജാഫർ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു മലേഷ്യയിലായിരുന്നു, തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി, ഏറ്റവും ഇവിടുത്തെ ഒത്തൻറ്റിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജാഫറിൽ പോയിട്ടുള്ള വിഷ്വൽസൊക്കെ കാണാം, അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ സിയാൻ ജിയാത്തോങ്ങിൽ പഠിക്കണ ഏതൊരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ സിയാനിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അറിയാം ജാഫർ ബിരിയാണീനെ പറ്റിയിട്ടും. അത്രയും ഫേമസ് ആണ് ജാഫർ ബിരിയാണി. ഇവിടുത്തെ കാണിച്ചു തരാം നിങ്ങൾക്ക്. യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് ചേർന്നിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇതാണ് ജാഫർ മുസ്ലിം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൈനീസ് ക്യാരക്ടറിൽ എഴുതിയേക്കുന്നത് ചിഞ്ചൻ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഹിന്ദു റെസ്റ്റോറൻറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ചൈനീസ് ആൾക്കാരും വരലുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ഫോറിനേഴ്സൊക്കെ കൂടുതൽ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ താരം ജാഫർ. നമുക്കിവിടെ നോക്കിയാൽ കാണാം ചൈനീസ് ആൾക്കാരൊക്കെ ഇവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വിശദമായിട്ട് ജാഫർ അണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതാണ് ജാഫർ മുസ്ലിം റെസ്റ്റോറൻറ്റിൻ്റെ മെനു വരുന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണി ഗാർഡൻ ഇന്ത്യൻ ക്രിസ്ത്യൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫുള്ള് ചൈനീസിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഫേമസ് സാധനമാണ് ചിക്കൻ ബിരിയാണി. 38 യുവാനാണ് വരുന്നത്. 38 യുവാൻ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 450 രൂപ വരും. നമ്മളെന്തായാലും ഇന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി ആഡ് ഓൺ കാര്യങ്ങൾ കേർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു ഫേമസ് സാധനമാണ് മാംഗോ ലസ്സി. പിന്നെ ആലു പൊറോട്ട ഉണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും കുറേ മീഗോറങ്ങൊക്കെ ഉണ്ട്. അതൊരു ചൈനീസ് നൂഡിൽസ് വിത്ത് ചിക്കനൊക്കെയാണ്. പിന്നെ ബനാന ലസ്സി, മട്ടൻ കറി, പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. പക്ഷെ പൊറോട്ട നമ്മുടെ നാട്ടിലത്തെ ഒരു റേറ്റിലത്തെ പൊറോട്ട പോലെയല്ല, കുറച്ച് ഒരു രീതിക്കുള്ള പൊറോട്ട. രണ്ട് ഫ്രീ. അങ്ങനെ നമുക്ക് ജാഫർ എണ്ണ നമുക്ക് സ്പെഷ്യൽ സമൂസ കൊണ്ടുവന്ന് തന്നേക്കാണ്. നമ്മൾ ഇന്ന് 6 പേര് ഭക്ഷണം കഴിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ജാഫർ എണ്ണ. ജാഫർ എണ്ണ சொல்லுங்க. அப்புறம் என்ன செய்தி? நல்லா இருக்கீங்களா? കേരളാല എല്ലാവരും, കോട്ടയത്തിൽ എല്ലാവർക്കും സലാം. തൃശ്ശൂർ അല്ല, കേരളത്തിലെ എല്ലാവർക്കും സലാം. അപ്പോൾ ചൈന എപ്പടി ഇരിക്കണം? ചൈന സൂപ്പർ. ഏതാ இருந்தாலும் ഫ്രീ, நம்ம கடை மட்டும்தான். അതെ. അപ്പോൾ നമ്മുടെ അടുത്ത് ജാഫർ എണ്ണ പറഞ്ഞത് ചൈനയിലോട്ട് എല്ലാവരും വരണം. എന്തായാലും ചൈനയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാഫർ എണ്ണൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് ബിരിയാണി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ചൈന വരികയാണെങ്കിൽ ജാഫർ എണ്ണൻ്റെ കടയിലേക്ക് നിങ്ങൾ വരിക. ആഹാ. ഇത് നമ്മുടെ ഷിപ്പിംഗ്很多人看这个是视频抖音的一样。ഇതാണ് നമ്മുടെ ജാഫർ അണ്ണൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചൈനീസ് ഒരു ഐ എന്ന് പറഞ്ഞാൽ ആൻറ്റി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമൂസ വന്നേക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മുടെ ഒപ്പം ഫുഡ് കഴിക്കാനായിട്ടുള്ളത് നമ്മുടെ എപ്പോഴത്തേക്കും സ്വന്തം ഡോൺ ഉണ്ട്. ആദ്യ ഹോളിലാണ്. അത് കഴിഞ്ഞാൽ ആര്യ ഉണ്ട്. ആര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, പല വീഡിയോയിലും ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നാണ്. ഇത് പിന്നെ റാണിയ കോട്ടയത്തു നിന്നാണ്. പിന്നെ നമ്മുടെ ഒപ്പം ഒരു പുതിയ ക്യാരക്ടർ ഇന്നുണ്ട്. നമ്മുടെ ഒപ്പം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ചിത്ര പേരെന്തായിരുന്നു? നാട്ടിൽ എറണാകുളത്ത് നിന്നുള്ളതാണ്. ഈ ചേച്ചി ഇവിടെ PhD ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ PhD ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2019 വന്നതാണ്. അപ്പോൾ ചേച്ചി ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചേച്ചി ഏകദേശം ചേച്ചിക്ക് മന്ത്ലി എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? 1000 യുവാനാണ് ചേച്ചി മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. പക്ഷേ ചേച്ചി ഫുള്ള് സ്കോളർഷിപ്പിലാണ്. നമ്മൾ സ്റ്റഡി ഇൻ ചൈനയെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ചേച്ചിയും അതേപോലെ CSE സ്കോളർഷിപ്പിൽ. ചേച്ചി CSE സ്കോളർഷിപ്പ് അല്ലേ? അപ്പോൾ ചേച്ചി ഏത് മേജറാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ നാട്ടിൽ UG കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് ഇവിടെ PhDക്ക് ആയിട്ട് വന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ മന്ത്ലി സ്റ്റൈപ്പൻഡ് ഇപ്പോൾ എത്രയാണ് വരുന്നത്? 3500. അപ്പോൾ ചേച്ചിക്ക് ട്യൂഷൻ ഫീസും അക്കോമഡേഷനും ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഫീയും ഫ്രീ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ചേച്ചിക്ക് ആകെ മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് ചേച്ചിക്ക് വരുന്നത് 3000 അല്ലേ? സ്റ്റൈപ്പൻഡ് എത്രയായിരുന്നു പറഞ്ഞത്? 3500. അപ്പോൾ ചേച്ചിക്ക് ഒരു 1000 RMB മാത്രമാണ് ചേച്ചിക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ബാക്കി 2500 ചേച്ചിയുടെ സേവിങ്സ് ആണ്. എങ്ങനെയുണ്ട് ചേച്ചി ചൈന? നല്ലതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ചൈനയിലോട്ട് വരണം.
ഇങ്ങനെ ഫ്രീ ആയിട്ടും എഡ്യൂക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, നിങ്ങളെല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു ചേച്ചി. അങ്ങനെ മസാല ദോശ വന്നിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ചട്നി, പിന്നെ റെഡ് എരിവുള്ളത്, പിന്നെ ഒരു തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ നമ്മുടെ ആലു പൊറോട്ട, പിന്നെ ഇതാണ് ചിക്കൻ ബിരിയാണി. നല്ല ക്വാണ്ടിറ്റി ഉള്ള സെറ്റ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഈ മസാല ദോശയോടൊപ്പം ഇവിടെ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. ഇത് ചനാ മസാലേൻ്റെ ഗ്രേവി. അപ്പോൾ നമുക്കിനി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇതാണ് ആലു പൊറോട്ട വരുന്നത്. അപ്പോൾ നമുക്ക് ആലു പൊറോട്ട ഒന്ന് കഴിച്ചു. ആലു പൊറോട്ട വിത്ത് ഗ്രീൻ ചട്നി. നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല മസാല എടുത്തിട്ടാണ്. നമ്മുടെ മസാല ദോശ എങ്ങനെയുണ്ടോ? മസാല ദോശ കുഴപ്പമില്ല, നല്ല ക്രിസ്പി ദോശ, നല്ല ഫ്ലേവറുള്ള ഫില്ലിങ്ങും ഉണ്ട്. പിന്നെ ഇത് നല്ല എരിവുള്ള ചട്നിയാണിത്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ തേങ്ങാ ചട്നി ഉണ്ട്. അപ്പോൾ തേങ്ങാ ചട്നി എങ്ങനെയുണ്ട്? തേങ്ങാ ചട്നി ദേശം തണുപ്പാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, ദോശ സെറ്റ്. തേങ്ങാ ചട്നി കുറച്ച് തണുപ്പുണ്ട്. നമുക്കിനി അടുത്ത് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കൂടുതലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പൂണും ഫോക്കും വെച്ചിട്ട് തന്നെ ബിരിയാണി കഴിക്കൽ, കൈ കൊണ്ട് അധികം കഴിക്കലില്ല. കാരണം നമ്മളിവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഒരു രീതിക്ക് കഴിക്കണമല്ലോ. നമ്മൾ ചൈനക്കാരും ചോപ്പ് സ്റ്റിക്സ് കൊണ്ടൊക്കെ ബിരിയാണി കഴിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ഓംലെറ്റ് ഉണ്ട്, പിന്നെ ഫുള്ള് റൈസ്, മസാല ആക്കിയിട്ടുള്ള റൈസ്, പിന്നെ ഇതിൽ വരുന്നത് വലിയൊരു ലെഗ് പീസാണ്. നല്ല ചിമ്മിട്ട ലെഗ് പീസും ഉണ്ട്, ലെഗ് ഫ്രൈ. ഓക്കെ, പിന്നെ ഇവിടെ എരിവുള്ള സാധനമുണ്ട്, ഗ്രീൻ ചട്നി ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രേവി. ഓക്കെ, സൂപ്പർ സാധനമാണ്, നല്ല ബിരിയാണി. നമ്മൾ എപ്പോഴും വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ കഴിക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇനി നേരെ നമ്മൾ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോൺ എങ്ങനെയുണ്ട് മാംഗോ ഷേക്ക്? ഒരു സാധനം മധുരമുണ്ടോ? മധുരമുണ്ട്, സത്യമല്ലേ? മധുരമുണ്ട്. അപ്പോൾ ഷെയ്ക്കും കുടിച്ച് നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ഇവിടെ. കുറേ ചൈനീസ് ഫ്രണ്ട്സും പിന്നെ ആഫ്രിക്കൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ചൈനയിലത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.